വീണപ്പോ അമ്മയ്ക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോന്നാ എനിക്കറിയേണ്ടത്. കൈമുട്ടെന്ന് ഒരഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നമുക്ക് ഡോക്ടർ വന്ന് കണ്ടിട്ട് പോവാം. അല്ല, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ, ഒന്നുമില്ല. നിനക്കെന്തെങ്കിലും പറ്റുമോ മോനെ? ഏയ്, ഞാനതിന് വീണില്ലല്ലോ. ഞാനങ്ങ് ഭയന്നുപോയി. പ്രതാപേട്ടന് ഞാൻ ആരാണെന്ന് മനസ്സിലായെങ്കില് മോളുടെ മുന്നിൽ വെച്ച് എന്തൊക്കെ എന്നെ പറയുമായിരുന്നു. ഞാൻ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങാൻ പാടില്ലായിരുന്നു. വലിയ ബുദ്ധിമോശമായി പോയി. ഞങ്ങളും സ്ഥിരം വരുന്ന വഴിയല്ല വന്നത്. ട്രാഫിക് ബ്ലോക്ക് കാരണം ആ വഴി തിരഞ്ഞെടുത്തേ ഉള്ളൂ. എന്റെ കഷ്ടകാലം. അയ്യോ, ആ കുട്ടികള്! ഞാൻ ചാരിറ്റി ഫണ്ട് പിരിക്കാൻ സഹായിച്ച ആ കുട്ടികളുടെ അവസ്ഥ എന്തായോ എന്തോ. അതെന്തോ ആവട്ടെ, അമ്മ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് പോവാം. കൈക്ക് വേറെ കുഴപ്പമൊന്നുമില്ല മോനെ. എന്തെങ്കിലും സീരിയസ് ആയിരുന്നെങ്കിൽ ആ നഴ്സുമാര് പറഞ്ഞേനെ. എന്തായാലും ഹോസ്പിറ്റൽ വരെ വന്നല്ലേ, നമുക്ക് ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ പോവാം. എന്റെ ഹസ്ബൻഡ് ആന്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ആന്റിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല. നിങ്ങളുടെ ആരാ ആന്റി? ഞങ്ങളുടെ ആരും അല്ല, ഞങ്ങൾക്കറിയേ ഇല്ല. അറിയില്ലേ? അറിയില്ല. ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിയുള്ള പൈസ കളക്ട് ചെയ്യുന്നത് കണ്ടിട്ട് ആ ആന്റി ഞങ്ങളെ സഹായിക്കാൻ വന്നതാ. നല്ല ആന്റിയാ. ആ ആന്റി ഞങ്ങളോട് വന്നപ്പോ ഒത്തിരി പൈസ കിട്ടി. പിന്നെ എല്ലാരോടും നന്നായി സംസാരിക്കാനും അറിയാം. അപ്പോ നിങ്ങൾക്ക് ആ ആന്റി അറിയില്ല അല്ലേ? ഇല്ല. ബൈക്ക് പാഞ്ഞു വന്നപ്പോ ആങ്കിളിനെ രക്ഷപ്പെടുത്താൻ ഓടിയത് ആന്റി. ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. ഒന്നും പറ്റില്ല, നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങൾ ഏത് ചാരിറ്റിക്ക് വേണ്ടിയാ ഈ ഫണ്ട് കളക്ട് ചെയ്യുന്നത്? സുഖമില്ലാതെ കിടക്കുന്നവരെ സഹായിക്കാനാ. അവർക്ക് മരുന്ന് വാങ്ങാനാ ഈ പൈസ പിരിക്കുന്നേ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാശ് തരട്ടെ? ഒരു മിനിറ്റ്. വാങ്ങുമോളെ. ആ അപകടം പറ്റിയ ആന്റിയാ ഞങ്ങളുടെ മനസ്സില്. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കാം. അപ്പോ ആന്റിക്ക് ഫോൺ കൊടുക്കാൻ പറ്റുമല്ലോ. ആന്റിയോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇല്ല, ഞാൻ കഴിക്കില്ല. ഈ വേദനയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. വേദനകള് എത്ര അനുഭവിച്ചോളാ, അതെല്ലാം മനസ്സിന്റെ വേദനകളാണെന്ന് മാത്രം. ഞാൻ അത്ഭുതകരമായിട്ട് അതിന്ന് രക്ഷപ്പെട്ട. അമ്മ വന്നെന്നെ പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവനെന്നെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോവായിരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല മോനെ. എന്റെ ഋതുമോള് ഭാഗ്യവതിയാ. ഋതിക മേഡത്തിന്റെ ജീവിതത്തോടൊപ്പം സ്വന്തം അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഭാഗ്യം പൂർണ്ണമായേനെ. എന്ത് ചെയ്യാൻ പറ്റും? അമ്മയില്ലാതെ വളരാനും അമ്മയെ കൂടാതെ ജീവിക്കാനോ എന്റെ മോളുടെ വിധി. എന്റെ മകളെ മനസ്സ് നിറഞ്ഞൊന്ന് കാണാൻ പോലും എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ ഭഗവാനെ. അമ്മ വിഷമിക്കാതെ. അമ്മയും മകളും ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ വൈകാതെ തന്നെ ഉണ്ടാവും. അമ്മ സമാധാനായിട്ടിരിക്കെ. അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്കിപ്പോ ഇല്ല മോനെ. മോനെ, നമ്മൾ എങ്ങനെ പോകുന്നത്? അമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നൂടാ. രാജു, എത്ര നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു, കിട്ടുന്നുണ്ടായിരുന്നില്ല. അയ്യോ, ഞാൻ നിൽക്കുന്നിടത്തെ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ എന്തേ രാജു? ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്?
ഏയ് കുഴപ്പമൊന്നുമില്ല മാഡം. അമ്മയുടെ കൈമുട്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. രാജു, ആ അമ്മയോടൊപ്പം ചാരിറ്റി ഫണ്ട് കളക്ട് ചെയ്തിടുന്ന കുട്ടികള് എന്നോടൊപ്പം ഉണ്ട്. അവർക്ക് ആ അമ്മയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ശരി, അപ്പൊ ഞാൻ ഫോൺ സ്പീക്കറിലാണ്. കുട്ടികളോട് സംസാരിച്ചോളം പറയേ. ആ, ഒരു മിനിറ്റ്. സംസാരിക്കേ. ആന്റി, ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ ആന്റി? ആന്റി എന്റെ അടുത്തുണ്ട് മക്കളെ. ആന്റിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഹാപ്പി ആയിട്ടിരിക്കെ. ഋതിക മാഡം. ഹലോ. ഞാൻ അമ്മയെ അവരുടെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഓഫീസിലേക്ക് വരാം. ഈ കുഞ്ഞുങ്ങളെ ഇനി ഞാൻ വെയിലത്ത് ഫണ്ട് കളക്ട് ചെയ്യാൻ വിടുന്നില്ല. അവർക്ക് ഞാനൊരു വലിയ ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് ആ അമ്മയോട് പറഞ്ഞേക്ക്. ശരി മാഡം. എന്റെ മോൾക്കും എന്നെയും പ്രതാപേട്ടനെയും പോലെ കനിവും കാരുണ്യവും ഒക്കെ ഉണ്ട്. എനിക്ക് അതറിഞ്ഞാ മതി. ദൈവത്തിന് നന്ദി. സന്തോഷം. ടാക്സി എവിടെ കിട്ടുക? ടാക്സി ഒന്നും വേണ്ട രാജു, നമുക്കൊരു ഓട്ടോയിൽ പോയാൽ മതി. പോവാം.